എന്തിനാണ് അള്ളാഹുവിന്റെ കാരുണ്യത്തെ ചോദിക്കേണ്ടത്? അതിന്റെ കാരണം പറയുന്നു, നബി തങ്ങൾ പറയുന്നു, ഇല്ലാ ബി റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാൻ പറ്റുക. അപ്പൊ സ്വഹാബിമാര് ചോദിച്ചു, നബിയേ, നിങ്ങൾക്കും സ്വർഗത്തിൽ കടക്കണമെങ്കിൽ അള്ളാഹുവിന്റെ കരുണ വേണോ നബിയേ? ആ സമയത്ത് നബി തങ്ങൾ പറയുകയാണ്, എനിക്കും വേണം. ഇല്ലാ അയ്യതഗമ്മദനി അല്ലാഹു മിൻ റഹ്മതി, പടച്ചവൻ അല്ലാഹു അവന്റെ കാരുണ്യം കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ എനിക്കും സ്വർഗത്തിൽ കടക്കാൻ പറ്റൂല. ഇതാരാ പറയുന്നത്? ലോകം പടക്കാൻ കാരണക്കാരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറയുന്നത്. എന്ത് പറയുന്നു? അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് ഞാനും രക്ഷപ്പെടുന്നു. അപ്പൊ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പാപികളായ ദോഷികളായ എന്റെ നിങ്ങളുടെയൊക്കെ കാര്യം എന്താണ്? അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് റമളാനിന്റെ ആദ്യത്തെ 10 ദിവസം നമുക്ക് ഹദീസിൽ കാണാം, നബി തങ്ങൾ പറയുന്നു, നബി തങ്ങൾ സ്വഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു, നിങ്ങൾ ദുആരക്കണം, അള്ളാഹുവിന്റെ കരുണ ചോദിച്ചു വാങ്ങണം. എന്ത്? അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ. ഈ ദുആ പറയണം. ഇത് നിസ്കാരത്തിന് ശേഷം മാത്രമാക്കി ഒതുക്കല്ലേ, നിസ്കാരത്തിന് ശേഷം മാത്രമാക്കി ഒതുക്കല്ലേ. ഉമ്മച്ചിമാരെ പ്രത്യേകം ശ്രദ്ധിക്കണേ. റമളാനിന്റെ ആദ്യത്തെ 10 രാത്രിയിലും പകലിലും നമ്മൾ ഇടതടവില്ലാതെ പറയണം, അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ. വളരെ സിമ്പിളാ പറയാൻ. ഒന്ന് പറഞ്ഞേ, അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ. കരുണയുള്ള അല്ലാഹ്, നീ കരുണ ചൊരിയണേ അല്ലാഹ്. എല്ലാത്തിലും കരുണ വേണം. എന്റെ ജീവിതത്തിൽ നീ കരുണ ചൊരിയണം. എന്റെ മരണത്തിലും മരണത്തിന് ശേഷവും, എന്റെ മക്കളിലും എന്റെ ഭാര്യയിലും എന്റെ ഭർത്താവിലും എന്റെ സഹോദരിമാരിലും എന്റെ കച്ചവടത്തിലും എന്റെ വാഹനത്തിലും എന്റെ വീട്ടിലും എന്റെ ശരീരത്തിലും എന്റെ സമ്പത്തിലുമെല്ലാം നീ കരുണ ചൊരിയണേ അല്ലാഹ്. ഈ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് വിജയിക്കാൻ പറ്റുകയുള്ളൂ.